നമസ്കാരം, നിലോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞ് അപകടാവസ്ഥ. പാതയിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. കനത്ത മഴയിൽ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപമാണ് റോഡിന്റെ വശമിടിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് റോഡിന്റെ വശം ഇടിഞ്ഞത്. ആളപായമൊന്നും സംഭവിച്ചില്ല. റോഡിനോട് ചേർന്ന് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. കല്ലേപ്പുള്ളി പാലത്തിനോട് ചേർന്ന് 30 മീറ്ററോളം നീളത്തിലും റോഡിനോട് ചേർന്ന് 15 മീറ്റർ നീളത്തിലുമാണ് മണ്ണ് ഇടിഞ്ഞത്. നിലവിൽ റോഡിന് തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനിയും മണ്ണിടിഞ്ഞാൽ റോഡിനെ ബാധിക്കും. സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കേബിളിന്റെ പ്രവൃത്തികൾ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ നടന്നിരുന്നതായാണ് പറയുന്നത്. ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആകാം വലിയ തോതിൽ മണ്ണിടിച്ചിലിന് കാരണമായെന്നാണ് അധികൃതരുടെ നിഗമനം. പാതയിലൂടെയുള്ള യാത്രാ സുരക്ഷ കണക്കിലെടുത്ത് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ തകർന്ന ഭാഗത്തെ സുരക്ഷാ സംവിധാനവും ഒരുക്കി. കൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തോട്ടിൽ വെള്ളം കെട്ടി നിന്നിരുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടപ്പാക്കി. മുഹമ്മദ് മോസിൻ MLA, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. റോഡിന്റെ വശസംരക്ഷണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ വേഗത്തിലാകുമെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. അതായത് നമ്മൾ കുട്ടാലക്കൊപ്പം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് റോഡിൻ്റെ സൈഡിൽ മണ്ണ് അവിടെ കൾവർത്തിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള വെള്ളം മഴയും പെയ്തതിൻ്റെ കാരണത്തിൽ സൈഡിൽ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും റോഡ് പൊട്ടിയിട്ടില്ല, പക്ഷേ റോഡിൻ്റെ അടിയിലുള്ള മണ്ണടക്കം ഇടിഞ്ഞ് പോയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളത്. അടിയന്തരമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഗതാഗത നിയന്ത്രണം, അതായത് ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം തൽക്കാലം നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പോലീസുമായി ഡിവൈഎസ്പിയായിട്ട് സംസാരിക്കുകയും പോലീസുകാർ ഇവിടെ ഉണ്ട്. ഭാരവാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് അപ്പോൾ തൽക്കാലം കടത്തി വിടുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇനിയും മഴ രൂക്ഷമാവുകയാണെങ്കിൽ അതിൻ്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. റോഡ് ഇതുവരെ പൊട്ടിയിട്ടില്ല. റോഡ് പൊട്ടിയിട്ടില്ലെങ്കിലും റോഡിൻ്റെ അടിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തെ ഒലിച്ചു പോയിട്ടുണ്ട്. അത് തന്നെ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെയുള്ള മണ്ണൊലിച്ചു പോയത് വലിയ തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ്. മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. മഴ തുടർന്നാൽ പുഴയോര പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറും. മഴ കനത്തോടെ ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. ശക്തമായ കുത്തൊഴുക്കാണ് പട്ടാമ്പി ഭാരതപ്പുഴയിൽ അനുഭവപ്പെടുന്നത്. മഴ തുടരുകയാണെങ്കിൽ ഭാരതപ്പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുവാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലുള്ള പ്രളയഭീതിയും പട്ടാമ്പി മേഖലയിലും നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിരുന്നു. പലയിടത്തും മരങ്ങൾ പൊട്ടി വീണുള്ള അപകടങ്ങളും നടക്കുന്നുണ്ട്. തൃത്താല പനമ്പറ്റയിൽ മരം വീണ് വീട് തകർന്നു. കുഞ്ഞിമംഗലം രവിയുടെ വീടാണ് തകർന്നത്. വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും നാശനഷ്ടം സംഭവിച്ച വീട് സന്ദർശിക്കുകയും ചെയ്തു. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതികൾ വ്യാപകമാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കുവാനോ നദികളാലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദ യാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കനത്ത മഴയിൽ ഇരുകരയും മുട്ടിയൊഴുകാൻ ആരംഭിച്ച് ഭാരതപ്പുഴ. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയിൽ നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഇരുകരയും മുട്ടി രൗദ്രഭാവത്തിൽ ആരംഭിച്ച് ഭാരതപ്പുഴ. ജലനിരപ്പ് ക്രമീകരണത്തിനായി വെള്ളിയാങ്കല്ല് തടയണയുടെ 25 ഷട്ടറുകളും ഇതോടെ പൂർണ്ണമായും ഉയർത്തി. പുഴയുടെ കുത്തൊഴുക്കും ജലനിരപ്പും ഓരോ മണിക്കൂറിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുഴയോരങ്ങളിലെ താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം പുഴയിൽ ഇറങ്ങിയും മറ്റുമുള്ള
അടക്കമുള്ള സാഹസിക മത്സ്യബന്ധനവും ആളുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 6 വർഷം കഴിഞ്ഞിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മാണം എങ്ങും എത്തിയില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളിയാങ്കലിൽ പുഴവക്കിടയൽ വീതിയിൽ തീരദേശവാസികൾ. 6 വർഷം പിന്നിട്ടിട്ടും വെള്ളിയാങ്കല് തടയണയുടെ തകർന്ന സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല. ഇതോടെ ഈ വർഷവും പുഴവക്കിടിയൽ വീതിയിലാണ് ഈ ഭാഗത്തെ തീരദേശവാസികളും നാട്ടുകാരും. 2018 പ്രളയത്തിലാണ് വെള്ളിയാങ്കല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ ഭാരതപ്പുഴയുടെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നു വീഴുന്നത്. 6 വർഷത്തിലേറെ പിന്നിട്ടിട്ടും തകർന്ന തടയണയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഇതുവരെയും ആരംഭിക്കാത്തത് പുഴവക്കിൽ താമസിക്കുന്നവരിൽ ഭീതി പടർത്തുകയാണ്. പുഴയിൽ ഇനിയൊരു കുത്തൊഴുക്ക് വന്നാൽ കരഭാഗം ഇടിഞ്ഞ് തങ്ങളുടെ വീടൊന്നാകെ ഒലിച്ചുപോകുമെന്ന ഭയത്തിലാണിവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. തകർന്ന ഭാഗത്ത് പുതിയ ഭിത്തി നിർമ്മാണത്തിനായി മുൻകാലങ്ങളിൽ കൂടുതൽ മണ്ണിടിച്ചത് അപകട സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ കൂടുതൽ കരഭാഗം പുഴയെടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. വാർത്തകളിലേക്ക്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടനംകുറിച്ചി റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടും റോഡ് തകർച്ചയ്ക്കെതിരെയും BJPയുടെ പ്രതിഷേധം. ഇതിലൂടെയുള്ള യാത്രാ ദുരിതം ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം. വാടാനംകുറിച്ചി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെയും പാതയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെയുമാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. 3 വർഷത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് പാലത്തിന്റെ പ്രവൃത്തികൾ ഇനി എന്ന് പൂർത്തിയാക്കുമെന്ന് അധികൃതർക്ക് പോലും വ്യക്തമായ ഉത്തരമില്ലെന്നും BJP ആരോപിച്ചു. ചളിക്കളമായി മാറിയ പാതയിലൂടെ യാത്ര ദുരിതപൂർണ്ണമാണെന്നും കാണിച്ചായിരുന്നു പ്രതിഷേധം. ഗേറ്റ് പരിസരത്തും പ്രതിഷേധ പ്രകടനവും ആരംഭിച്ചു. വാഗ്ദാനങ്ങൾ നിരവധി നൽകി വിഡ്ഢികളാക്കും സർക്കാർ. തുടർന്ന് അപ്രോച്ച് റോഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി BJP പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി NK രജിൻ ഉദ്ഘാടനം ചെയ്തു. വാടാനാംകുറിശ്ശിക്ക് മാത്രമല്ല ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന അനേകമായിരം നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതം പേറുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. K രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. M ശ്രീജേഷ്, ബിജു, രഞ്ജിത്ത്, ശങ്കുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നവീകരണം പൂർത്തീകരിച്ച കുണ്ടുകാട് തലക്കശ്ശേരി മഹല്ല ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ജൂൺ 1 ഞായറാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. TT അബ്ദുള്ളക്കുട്ടി ബാഗവി ചടങ്ങിൽ അധ്യക്ഷനാകും. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന അനുഗ്രഹ പ്രഭാഷണവും ആംബുലൻസ് സമർപ്പണവും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ നിർവഹിക്കും. CP അബ്ദുറഷീദ് ഹാജി ചടങ്ങിൽ സ്വാഗതം പറയും. കുണ്ടുകാട് മുദ്രിസ് ജസീൽ കമാലി ഫൈസി ആമുഖ പ്രഭാഷണം നിർവഹിക്കും. സയ്യിദ് ശിഹാബുദ്ദീൻ ജിഫ്രി തങ്ങൾ, TP വീരാൻകുട്ടി മുസ്ലിയാർ, സ്വാലിഹ് ഹസനി കക്കടിപ്പുറം, CM ബഷീർ ഫൈസി, സലാഹുദ്ദീൻ ഫൈസി, അബ്ബാസ് മാളാഹിരി, ഷിയാസ് അലി വാഫി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മസ്ജിദ് ജാതിമതഭേദമന്യേ മുഴുവൻ ആളുകൾക്കും സന്ദർശനം നടത്തുന്നതിനായി തുറന്നുകൊടുത്തു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആയിരങ്ങളാണ് ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തിയത്. നമ്മുടെ ഈ പള്ളി മനോഹരമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം നമ്മൾ ജാതിമത ഭേദമന്യേ എല്ലാ മധ്യസ്ഥർക്കും ഒരുപോലെ കാണാനുള്ള സൗകര്യം, സ്ത്രീ പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവാസികളായ ജനങ്ങൾ, അവർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച ജൂൺ 1 സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹക്കീം അസ്ഹരിയും ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ അംഗം AV ഇസ്മായിൽ മുസ്ലിയാരും ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. ഞങ്ങളുടെ മഹലിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു പള്ളി വേണമെന്ന്. അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. എല്ലാ CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് CPI
പട്ടാമ്പി മണ്ഡല സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി ഓങ്ങല്ലൂർ PAM ഊട്ടോളത്തിലാണ് സമ്മേളനം നടക്കുന്നത്. മുതിർന്ന നേതാവായ EP ശങ്കരൻ പതാക ഉയർത്തിയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നു, മേഖലാടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും മറ്റു രാജ്യങ്ങളിലെ വിപണി കൈയടക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ട്രംപും മാസ്കും ബന്ധമലയുന്നു എന്നാണ് മലയാള പത്രത്തിലുള്ളത്. മണ്ഡലം പ്രസിഡന്റ് OK സെതൽവി അധ്യക്ഷനായിരുന്നു. പരമേശ്വരൻ രക്തസാക്ഷി പ്രമേയവും C പ്രശാന്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മുഹമ്മദ് മോസിൻ MLA, T സിദ്ധാർത്ഥൻ, മണികണ്ഠൻ പൊറ്റശ്ശേരി, സുമലത മോഹൻദാസ്, EP ശങ്കരൻ, കരുണാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു. 6 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 129 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച സമ്മേളനം സമാപിക്കും. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും. സേവ് CPI കൂട്ടായ്മയുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.